പിതാവായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടുത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഷാലോൺ ടിവിയുടെ മുമ്പിലിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ ദമ്പതികളെയും പ്രത്യേകമായ വിധത്തിൽ അങ്ങേ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ പ്രചോദനങ്ങളെ സ്വീകരിക്കുവാൻ പ്രത്യേകമായി എല്ലാ ദമ്പതികളെയും ഒരുക്കണമേ എന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതാണ്: എങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം അനുഗ്രഹപ്രദമാക്കാം, എങ്ങനെ ഒരു ദാമ്പത്തിക ജീവിതം സന്തോഷപ്രദമാക്കാം. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പോകുന്നത്. ഏശയ്യായുടെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം: സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും നീക്കിക്കളയും. ഇതൊരു വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? ഏശയ്യായുടെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം: സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും നീക്കിക്കളയും. ഇന്ന് കണ്ണീരണിയാത്തവരാരാണുള്ളത്? കുടുംബത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളിലാണെങ്കിലും എല്ലാ തലങ്ങളിലും കണ്ണുനീർ പ്രവാഹമാണ് കാണുന്നത്. പ്രതീക്ഷിക്കാത്ത വേദന കുന്നുകൂടുമ്പോൾ, അപ്രതീക്ഷിതമായ വേർപാടുകൾ ഉണ്ടാകുമ്പോൾ, സഹിക്കാൻ പറ്റാത്ത അപമാനം കുന്നുകൂടുമ്പോൾ, അപവാദങ്ങൾ കൊണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ, താഴ്ത്തിക്കെട്ടി സംസാരിക്കുമ്പോൾ, നഷ്ടങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ, ദാരിദ്ര്യം ജീവിതത്തെ കാർന്നു തിന്നുമ്പോൾ, വൈകല്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആരാണ് കരയാത്തതുള്ളത്? ആരാണ് വേദനിക്കാത്തത്? ഓരോ മാതാപിതാക്കന്മാരും മക്കളെ ഓർത്ത് പൊട്ടിക്കരയുന്നവരാണ്. ഓരോ ഭാര്യയും ഓരോ ഭർത്താവും അവിടെ കണ്ണുകളിൽ നിന്ന് വീണിട്ടുള്ള കണ്ണുനീർ എത്രയോ അധികമാണ്. ഇന്ന് നമ്മൾ ആരാണ് ഒരു നല്ല ഭാര്യ, ആരാണ് നല്ല ഒരു ഭർത്താവ്, അല്പം ആഴത്തിലേക്ക് കടന്നതെന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, വിവാഹ ജീവിതം എന്നാൽ അത് പരസ്പരം വഹിക്കുവാനുള്ളൊരു ജീവിതമാണ്. വിവാഹ ജീവിതം എന്നാൽ പരസ്പരം സമർപ്പിക്കുവാനുള്ളൊരു ജീവിതമാണ്. വിവാഹ ജീവിതം എന്നാൽ പരസ്പരം പങ്കുവയ്ക്കുവാനുള്ള ഒരു ജീവിതമാണ്. ദാമ്പത്യ സ്നേഹമാണ് ജീവിതത്തിൻ്റെ ഹൃദയം. ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് സ്നേഹം വറ്റിപ്പോയാൽ ആ ദാമ്പത്യ ജീവിതം തകർച്ചയിലേക്ക് വീഴുകയാണ്. ദാമ്പത്യ സ്നേഹമെന്നാൽ ജീവിത പങ്കാളി നന്മയിലും സന്തോഷവുമുള്ള ഒരു ആഗ്രഹമാണ്. ദാമ്പത്തിക സ്നേഹമെന്നാൽ ജീവിത പങ്കാളി നന്മയിലും സന്തോഷത്തിലുമുള്ള ഒരു ജീവിതമാണത്. നമുക്കറിയാമല്ലോ, സ്നേഹമില്ലാതാകുന്ന ഒരു ദാമ്പത്തിക ജീവിതം ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുന്നത്
നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും ക്ഷമിക്കാനും സഹിക്കാനും അതിജീവിക്കാനുള്ള പ്രചോദനം നൽകുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹമാണ്. സ്നേഹം ഈക്വൽ ടു അനുസരണം എന്ന് ഞാൻ പറയുന്നു. എവിടെ സ്നേഹമുണ്ടോ അവിടെ അനുസരിക്കാൻ എളുപ്പമുണ്ട്. എവിടെ അനുസരണമുണ്ടോ അവിടെ അത്ഭുതങ്ങൾ ആ ജീവിതത്തിൽ ആ കുടുംബത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ദമ്പതികൾക്ക് സ്വയം കണ്ടെത്താനായിട്ടുള്ള ഒരു കണ്ണാടി നിങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചു വയ്ക്കാൻ പോവുകയാണ്. സ്വർഗത്തിനൊരു കണ്ണാടി, സ്വർഗത്തിനൊരു ക്യാമറ നിങ്ങൾക്ക് തിരിച്ചു വയ്ക്കാൻ പോവുകയാണ്. ഭാര്യയും ഭർത്താവും സ്വയം ചിന്തിച്ച്, സ്വയം പരിശോധിച്ച്, സ്വയം വിലയിരുത്തി മെച്ചപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതത്തിന് വെളിച്ചം പകരുക എന്നുള്ളതാണ് ഈ കടന്നു വരുന്ന നിമിഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആരാണ് ഒരു നല്ല ഭാര്യ? ആദ്യം അവരെക്കുറിച്ച് പറയാല്ലേ. ആവശ്യമുള്ളവർ എഴുതിയെടുക്കുന്നതിൽ വിരോധമില്ല. ആരാണ് നല്ല ഒരു ഭാര്യ? ഒന്ന്, ഒരു നല്ല ഭാര്യ ഭർത്താവിനോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റുന്നവളായിരിക്കണം. 1 കൊരിന്ത്യർ 7:3 എന്താ പറഞ്ഞത്? നല്ല ഒരു ഭാര്യ ഭർത്താവിനോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റുന്നവളായിരിക്കും. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കുറവ് വരുന്നത്? വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഉള്ള അറിവില്ലായ്മയും പക്വതക്കുറവുമാണ്, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ള അഹങ്കാരവുമാണ് ദാമ്പത്യ ജീവിതത്തെ തകർത്ത് കളയുന്നത്. അല്ലേ? ശരിയാണത്. രണ്ടാമത്തെ കാര്യം, ഒരു നല്ല ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയുകയില്ല. 1 കൊരിന്ത്യർ 7:9 ഭാര്യ ഒരു മുറിയിൽ, ഭർത്താവ് വേറൊരു മുറിയിൽ, അല്ലെ ഭർത്താവ് കട്ടിലിന്മേൽ, ഭാര്യ കീഴെ, അവർ വേർപിരിയുകയില്ല എന്ന്. ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകട്ടെ. 3, നല്ല ഒരു ഭാര്യ തൻ്റെ ജീവിതത്തിന്മേലുള്ള ഭർത്താവിൻ്റെ ലൈംഗിക അധികാരങ്ങൾ നിഷേധിക്കുകയില്ല. അങ്ങനെയാണത്. നല്ല ഭാര്യ, നല്ല ഭാര്യ, കൃപയുള്ള ഭാര്യ, സ്നേഹമുള്ള ഭാര്യ തൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള ഭർത്താവിൻ്റെ ലൈംഗികത ഒരിക്കലും നിഷേധിക്കുകയില്ല. 1 കൊരിന്ത്യർ 7:5 തിരുവചനമാകുന്ന കണ്ണാടിയിലൂടെയാണ് ഞാൻ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല ഭാര്യ, നാലാമതായിട്ട്, ഒരു നല്ല ഭാര്യ ഭർത്താവിനെ വിശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ ഒരു ഭർത്താവിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് ഭാര്യ അറിഞ്ഞാൽ ഭർത്താവിനോട് പോലും പറയാതെ പ്രാർത്ഥനാപായ വിരിച്ച് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള കുറേ ഭാര്യമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭർത്താവിനെ വിശുദ്ധീകരിക്കുകയാണ്, ഒരു ധ്യാനത്തിന് പോകാൻ പ്രേരിപ്പിക്കുകയാണ്, വചനം വായിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു നല്ല ഭാര്യ ഭർത്താവിനെ വിശുദ്ധീകരിക്കുന്നു. 5, ഒരു നല്ല ഭാര്യ എല്ലാ കാര്യങ്ങളിലും
ഭർത്താവിന് വിധേയയായിരിക്കും. ഒരു നിസ്സാരമായ കാര്യമാണെങ്കിലും, ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു മുട്ടുസൂചി വാങ്ങിക്കുന്ന കാര്യമാണെങ്കിലും ഭർത്താവ് അറിയാതെ അവൾ ചെയ്യില്ല. ഒരടുത്ത് കേൾക്കാനിടയായി എന്നോട് ഷെയർ ചെയ്തു. സ്വകാര്യത നഷ്ടപ്പെടുത്താതെ ഞാൻ പറയട്ടെ, ഭർത്താവ് അറിയാതെ ലക്ഷങ്ങൾ തൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്ത് ഇന്ന് കിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ, എന്നിട്ടിപ്പോൾ അവൾ വെല്ലുവിളിക്കുകയാണ്. ഈ ഭാര്യ കിടന്ന് കരയുകയാണ്. ഞാൻ ഇങ്ങനെ ഇത് ഭർത്താവിനോട് പറയും. ഒരു നല്ല ഭാര്യ എല്ലാ കാര്യങ്ങളിലും ഭർത്താവിന് വിധേയായിരിക്കും. ആറാമതായി, ഒരു നല്ല ഭാര്യ ഭർത്താവിൻ്റെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖമായി ഏറ്റെടുക്കും. വളരെ വിഷമിച്ച് ഒരു ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മുഖം കണ്ട് ഹൃദയം വായിക്കാൻ അറിയുന്ന ധാരാളം ഭാര്യമാരെ എനിക്കറിയാം. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും ഒന്ന് എന്നോട് പങ്കുവെച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പാടും ഒക്കെ വെച്ചിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. ഭയങ്കരമായി നഷ്ടമായി. ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ ഭർത്താവിൻ്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. ഭാര്യ ചോദിച്ചു, എന്ത് പറ്റി? മുഖമല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ. ഓ, അതൊന്നും പറയണ്ടടി, വാ. ഭാര്യ ഭർത്താവിനെ വിളിച്ച് പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുപോയി. രണ്ടുപേരും കരങ്ങൾ ചേർത്ത് പിടിച്ച് കുറേ നേരം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് ധാരാളം നന്മകൾ നൽകിയില്ലേ? അവയോർത്ത് സ്തുതിക്കാൻ മനസ്സുണർന്നില്ല ഭർത്താവിൻ്റെത്. കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വിതുമ്പുന്ന ഹൃദയവുമായി ഭാര്യയുടെ മാറിടത്തിലേക്ക് ഭർത്താവ് മുഖം അമർത്തി കുറേ നേരം പൊട്ടിക്കരഞ്ഞു. കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഒരു കരുണയുടെ ജപമാല ചൊല്ലി അവർ പുറത്തിറങ്ങുകയാണ്. ഇതിന് വിപരീതമായി ഞാൻ കേട്ടിട്ടുണ്ട്. ഭർത്താവ് കടന്നു വന്ന് പറഞ്ഞു, കടബാധ്യത വർദ്ധിച്ചു വരികയാണ്, അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല, 10,000 രൂപ കടബാധ്യത. അദ്ദേഹം തൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനെ വിളിച്ച് അടുത്തുണ്ടായിരുന്നൊരു ഗ്രാമത്തിൽ പോയി 2 ദിവസം ഒരു ഹോട്ടലെടുത്ത് അവിടെ മദ്യപിച്ച് കഴിഞ്ഞു എന്ന്. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? ഒരു സ്ഥലത്ത് തൻ്റെ ഭർത്താവിൻ്റെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖമായി ഏറ്റെടുത്ത് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിഹാരം കണ്ടെത്തുകയാണ്. മറ്റേതോ, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടാതെ വന്നപ്പോൾ പുറമേ പോയി ഒരു കൂട്ടുകാരനും പോയി വേറെ ഒരു 20,000 രൂപയ്ക്ക് കടവും അതുപോലെ മറ്റു കാര്യങ്ങൾ വരുത്തി. അപ്പോൾ എത്രയായി നഷ്ടം? ഒരു നല്ല ഭാര്യ ഭർത്താവിൻ്റെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖമായി ഏറ്റെടുക്കുന്നവളാണ്. ഏഴാമതായി, ഒരു നല്ല ഭാര്യ ഭർത്താവ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന്. എത്ര പേർക്ക് സാധിക്കും? എത്ര പേർക്ക് സാധിക്കും? ഭാര്യയോട് ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കരങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഭർത്താവ് കരയുമ്പോൾ ഭാര്യ കണ്ണീര് തുടയ്ക്കുകയും ഭാര്യ കരയുമ്പോൾ ഭർത്താവ് കണ്ണുനീര് തുടയ്ക്കുകയും ചെയ്യുന്ന ഭാര്യ ഭർത്തൃ ജീവിതത്തെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരു നല്ല ഭാര്യ ഭർത്താവ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായി, ഒരു നല്ല ഭാര്യ ഭർത്താവിൻ്റെ കിരീടമായിരിക്കും. ഒരു നല്ല ഭാര്യ ഭർത്താവിൻ്റെ കിരീടമായിരിക്കും. അവളുടെ ജീവിതം, പെരുമാറ്റം, സംസാരം, എല്ലാവിധ ജീവിത ധർമ്മങ്ങൾ അവയെല്ലാം ഒരു കിരീടം കണക്കെ ഭർത്താവ് അത് പരിഗണിക്കുന്നു. ഇപ്പോൾ ഒരു ഭാര്യ, നല്ല ഭാര്യയുടെ കാര്യം മാത്രം പറഞ്ഞാൽ എല്ലാവരും സംതൃപ്തമായിരിക്കുകയില്ല. ഏകദേശം അതിനോട് അനുഗുണമായിട്ടാണ് ആരാണ് ഒരു നല്ല ഭർത്താവ് എന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം, ഒരു നല്ല ഭർത്താവ് ഭാര്യയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കും.
ഒരു ഗിഫ്റ്റായിട്ട് സ്വീകരിക്കുകയാണ്. അതാണ് ഒരു നല്ല ഭർത്താവിന്. ബ്രോക്കർമാർ കൊണ്ടുവരുന്നതല്ല, ആരോ പറഞ്ഞു കേട്ട് സ്വീകരിച്ചതല്ല. എൻ്റെ ദൈവമായ കർത്താവ് ഒരു സമ്മാനം തന്നിരിക്കുകയാണ്. കഴിവുണ്ടായിരിക്കാം, കഴിവുകേടുണ്ടായിരിക്കാം, ആരോഗ്യമുണ്ടായിരിക്കാം, അനാരോഗ്യവും ഉണ്ടായിരിക്കാം, സൗന്ദര്യമുണ്ടായിരിക്കാം, വിരൂപിയായിരിക്കാം. ദൈവം തന്നതാണെന്ന്. അതാണ് ഒരു നല്ല ഭർത്താവിൻ്റെ ഒന്നാമത്തെ ഗുണസവിശേഷത. 2, നല്ല ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റും. നമ്മൾ കേട്ടത് 1 കൊരിന്ത്യർ 7:3. മൂന്നാമതായി, ഒരു നല്ല ഭർത്താവ് തൻ്റെ ശരീരത്തിന് മേലുള്ള അധികാരം ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ പരസ്പരം സമർപ്പിക്കാനും പങ്കുവയ്ക്കാനും അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം, ഒരു നല്ല ഭർത്താവ് ഭാര്യയെ വിശുദ്ധീകരിക്കുന്നു. മനുഷ്യനാണ്. ദാമ്പത്യ ജീവിത ധർമ്മങ്ങളിലും കുടുംബജീവിതത്തിലും പോരായ്മകൾ വരാം. ഭർത്താവ് ഭാര്യയെ വിശുദ്ധീകരിക്കുകയാണ്. എങ്ങനെ വിശുദ്ധീകരിക്കുന്നു? പ്രാർത്ഥന കൊണ്ട്, ദൈവവചനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, കരുണയ്ക്കായി പ്രാർത്ഥിച്ച്, കുടുംബ പ്രാർത്ഥന തീർച്ചയോടെ നടത്തിക്കൊണ്ട് ഭാര്യയെ അവിടുന്ന് വിശുദ്ധീകരിക്കുന്ന ഒരു ഭർത്താവ് നല്ല ഭർത്താവാണ്. 5ാമതായി, ഒരു നല്ല ഭർത്താവ് ഭാര്യയോട് നിർദ്ദയമായി പെരുമാറില്ല. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം. ഒരു നല്ല ഭർത്താവ് ഭാര്യയോട് നിർദ്ദയമായി പെരുമാറില്ല, സംസാരിക്കുകയില്ല. ചില ഭാര്യമാർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഭർത്താവ് പറയാണ്, നിന്നെ തല്ലിക്കൊന്നാലും ആരും ഒന്ന് ചോദിക്കാനില്ലടി, നിന്റെ വീട്ടിൽ ഒരു ആൺതരി പോലും ഇല്ലല്ലോ. എന്തൊരു മുറിപ്പെടുത്തുന്ന വാക്കുകളാണല്ലേ. ഒരു നല്ല ഭർത്താവ് ഭാര്യയോട് നിർദ്ദയമായി പെരുമാറില്ല, സംസാരിക്കില്ല. 6ാമതായി, ഒരു നല്ല ഭർത്താവ് ഭാര്യയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. നേരത്തെ കേട്ടില്ലേ? പള്ളിയിലേക്ക് പോകുമ്പോൾ, ആരാധനയ്ക്ക് പോകുമ്പോൾ, പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, ധ്യാനമന്ദിരത്തിലേക്ക് പോകുമ്പോൾ, കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഒരുമിച്ച് പോകുന്നു അല്ലേ? എന്ത് മനോഹരമാണ്. ചില കുടുംബങ്ങളിലെ മാതാപിതാക്കന്മാരെയൊക്കെ ഞാൻ ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട്. 7ാമതായി, ഒരു നല്ല ഭർത്താവ് ഭാര്യയെ സംശയിക്കുകയില്ല. സംശയം ഒരു മാനസിക രോഗമാണ്, കുടുംബത്തെ നശിപ്പിക്കുന്നതാണ്. സംഖ്യയുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കണം നിങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഭർത്താവ് ഭാര്യയെ സംശയിക്കുകയില്ല. ചിലർ പറഞ്ഞതിൻ്റെ പേരിൽ, സ്വയമായ മാനസിക അസ്വസ്ഥതയുടെ പേരിൽ ഭാര്യയെ ക്രൂശിക്കുന്ന, തീ തിന്ന് ജീവിക്കുന്ന, കണ്ണീര് കുടിക്കുന്ന ധാരാളം ഭാര്യമാർ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഭാര്യയെ വെറും ഒരു അലങ്കാര വസ്തുവായി മാത്രം, ഒരു നോമിനൽ ഭാര്യ, അങ്ങനെ കഴിയുന്നവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയെ സംശയിക്കാതിരിക്കുന്നത് ഒരു നല്ല ഭർത്താവിൻ്റെ ഗുണസവിശേഷതയാണത്. 8ാമതായി, നല്ല ഭർത്താവ് ഭാര്യയെ പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇപ്പം നമ്മളൊരു നല്ലൊരു ഭക്ഷണം വെച്ച് തന്നെന്ന് വിചാരിക്കുക, പറയണം, ഓ ഇതുപോലെ ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്തൊരു ടേസ്റ്റാണ് ഇത്, എൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ രസകരമായ രുചികരമായ ഭക്ഷണം അധികം കഴിച്ചിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ഭാര്യയ്ക്കുണ്ടാകുന്ന ആ സന്തോഷം, അല്ലെങ്കിൽ ആ ഡ്രസ്സ് നിനക്ക് വളരെ ചേർന്നിട്ടുണ്ട് കേട്ടോ, ഗുഡ്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വിവാഹം കഴിഞ്ഞ ഇത്രയും വർഷമായി, 2, 3, 5, 10, 15 വർഷമായി ഒരു നല്ല വാക്ക്, പ്രശംസ അറിയിക്കുന്നൊരു വാക്ക് ഭാര്യയുടെ മുഖത്ത് നോക്കി, ഭർത്താവേ നീ പറഞ്ഞിട്ടുണ്ടോ, ഒന്ന് പറഞ്ഞു നോക്ക്, ആ കുടുംബം സ്വർഗമായി മാറും.
ഒൻപതാമതായി, ഒരു നല്ല ഭർത്താവ് ഭാര്യയെ ഏറ്റവും വലിയ സമ്പത്തായി കരുതും. ദാരിദ്ര്യം വരട്ടെ, കടബാധ്യതകൾ വരട്ടെ, ജീവിത പ്രതിസന്ധികൾ വരട്ടെ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്പത്താണ് എൻ്റെ ഭാര്യ എന്ന് ഓരോ നല്ല ഭർത്താവായി ജീവിക്കുന്നവർ അത് കണ്ടെത്തും. അവസാനമായി, നല്ല ഭർത്താവ് ഭാര്യയെ കറയോ ചുളിവോ മറ്റു കുറവുകളും ഇല്ലാതെ കാത്തു സൂക്ഷിക്കും. എഫേസ്യൻസ് 5:26. ഒരു സൂക്ഷിപ്പുകാരനാണ്. ഒരു കുറവും വരാതെ, അവിടെ ജീവിതത്തിൽ കണ്ണുനീര് വീഴാതെ, അവിടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ, ആ തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായി നിന്നപോലെ, ഈശോയ്ക്ക് സുഖകരമായ ശുശ്രൂഷ നടത്തുവാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാവൽക്കാരനായി, ഒരു സൂക്ഷിപ്പുകാരനായി നിൽക്കുന്നവനായിരിക്കും നല്ല ഒരു ഭർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് നല്ല ഒരു ഭാര്യ, ആരാണ് നല്ല ഒരു ഭർത്താവ് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു സ്വർഗത്തിൻ്റെ കണ്ണാടി നിങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചു വെച്ചതാണ്. തീർച്ചയായിട്ടും ഉന്നതമായ ഡിഗ്രി ഉള്ളതുകൊണ്ടോ, ഉന്നതമായ ശമ്പളമുള്ളതുകൊണ്ടോ, ഉയർന്ന ജോലിയിൽ പ്രവേശിക്കുന്നത് കൊണ്ടോ, കുടുംബ പാരമ്പര്യമുള്ളത് കൊണ്ടോ, കോടിയുടെ ആസ്തികൾ ഉണ്ടായിട്ടും സന്തോഷമില്ലാത്ത എത്രയോ ദമ്പതികളാണ് ഉള്ളത്. ഒരു നല്ല ഭാര്യയായി തീരുവാൻ, ഒരു നല്ല ഭർത്താവായി തീരുവാൻ ഇതുവരെയും നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. ഒരു നല്ല ഭാര്യയായി തീരുവാൻ, ഒരു നല്ല ഭർത്താവായി തീരുവാൻ, ദൈവകൃപ നിറഞ്ഞൊരു ഭർത്താവായി തീരുവാൻ, ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ഭാര്യയായി തീരുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ദൈവ മക്കളുടെ ചുറ്റും കാവൽ മാലാഖമാർ പാളയമടിച്ച് നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ഭാര്യയ്ക്കും ഓരോ ഭർത്താവിനും പേരിൻ്റെ വിശുദ്ധനോടൊപ്പം കാവൽ മാലാഖയോടൊപ്പം നിങ്ങളുടെ കുടുംബത്തെ സന്തോഷപ്രദമാക്കി തീർക്കാൻ, മംഗളകരമാക്കി തീർക്കുവാൻ, സ്വർഗതുല്യമാക്കി തീർക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ധാരാളമായി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.